dear friends, welcome back to my channel. ഇന്ന് നമുക്ക് സോയ കട്ട്ലറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഇഫ്താറിനൊക്കെ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുന്നേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സോയ കട്ട്ലറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കട്ട്ലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോയ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്ത് എടുക്കണം. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ സോയ ഒന്ന് സോക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 250 ഗ്രാം ഉണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വിസിൽ പോയി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും സോയ ഇവിടെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ സോയ ആയതുകൊണ്ടാണ് അരമണിക്കൂർ എടുത്തത്. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെയാണ് വേണ്ടി വരുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് എല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു 1-2 പൾസ് കൊടുത്താൽ മതി. ഞാനിതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരഞ്ഞു പോകരുത്. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മസാല ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ അവിടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ബീൻസ് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ക്യാരറ്റും ബീൻസും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ക്യാരറ്റും ബീൻസും ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി അധികം വേണ്ട. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. 1 മിനിറ്റ് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമേ നന്നായിട്ട് ഉടച്ചിട്ടും ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സ് ആയിക്കോളും. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ സോയ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിലാണ് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിലോ ഒക്കെ നമുക്ക് കട്ട്ലറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു കോട്ടിങ് കൊടുക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഇവിടെ
കുറച്ച് കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുട്ട എടുക്കാം. മുട്ടയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതൊരു വെജ് ഡിഷ് ആയതുകൊണ്ട് ഞാൻ കോൺഫ്ലവർ എടുത്തൊന്ന് മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കോൺഫ്ലവറിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാം കോട്ടിങ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് രണ്ട് സൈഡും ഒരുമിച്ച് തന്നെ ആയി കിട്ടും. പക്ഷേ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു നന്നായിട്ടൊരു ബ്രൗൺ കളറങ്ങ് ആയി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്, അതുപോലെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.